നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് 27 ജൂലൈ 2025. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് നമ്മളുടെ വയനാട്ടുകാർ നമ്മളുടെ ഉറ്റ ചങ്ങാതിമാരാണ്. അവർ നമ്മുടെ കൂടപ്പറപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ദുഃഖത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു പങ്കുചേരൽ അത്യാവശ്യമാണ്. എന്നെ സംബന്ധിച്ചാണ്. സാധാരണ സ്ഥിതിയിൽ ഞാൻ കരൾരോഗ വിദഗ്ധനാണ്, മരുന്നിൻ്റെ കാര്യങ്ങളാണ് പറയാറ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ കൊറോണ വൈറസിൻ്റെ മരുന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. കാരണം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും ഏറ്റവും കൂടുതൽ കട്ടിട്ട പൈസ ഉണ്ടാക്കിയവരും അധികാരമുള്ളവരും ഇവിടുത്തെ മൊത്തം പൊതുജനങ്ങൾക്ക് ഒക്കെ എതിരാണ് എന്ന് നിങ്ങളൊന്ന് കരുതണം. ഇത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. എൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി അവരെ പോലെ അല്ല. അത് എൻ്റെ ഈ കയ്യിൽ തയമ്പാണിയാണ്. അതുമാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് നമ്മുടെ 20 തരം CBI ഉദ്യോഗസ്ഥന്മാർ പല തവണ റെയ്ഡ് നടത്തിയിട്ട് അവർ പിടിച്ചെടുക്കാൻ എൻ്റെ അടുത്ത് കുറ്റകൃത്യങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് എൻ്റെ ഈ മരുന്നിന് ഇവിടുത്തെ ആളുകൾ എതിരാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിലുള്ളത് എന്ന് ഉന്നത CBI വൃത്തങ്ങൾ അറിഞ്ഞതുകൊണ്ട് അവരെ എനിക്ക് തന്ന നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ പല കാര്യങ്ങളും ലോണെടുത്ത് കടം വാങ്ങിച്ചിട്ടൊക്കെ പലതും ഉണ്ടാക്കിയത്. ഇതൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തുള്ള. അപ്പോൾ വയനാടിൻ്റെ കാര്യം ഞാൻ അങ്ങനെ ഒന്നാണ് പറയാൻ വരുന്നത്. വയനാട്ടിലെന്നല്ല, കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെയും ഇന്ന് ഒരു ലോകത്ത് ഒരാളും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം അത്ര നല്ലത് കൊണ്ടാണല്ലോ അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ കേസ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. അതായത് പോലീസിൻ്റെ ഇടപെടൽ, റവന്യൂ ഡിവിഷൻ്റെ ഇടപെടൽ, ഇതൊക്കെ ജനങ്ങൾക്കെതിരാണ്. ഇപ്പോൾ വയനാട്ടിലെ ഉദ്യോഗസ്ഥർ ഫുള്ളായിട്ട് വയനാട്ടുകാർക്കെതിരാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ലീഗിൻ്റെ കുറേ ആളുകൾ കുറേ ഭൂമി വാങ്ങിയിട്ട് അത് കേസാണെന്ന് പറയുന്നുണ്ട്. വയനാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ കേസ് പൊതുജനം മുഖവിലക്കെടുക്കരുത്. കാരണം ഇനി അതിൽ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അറിയിപ്പ് നല്ല കൃത്യമായിട്ടുണ്ടാവട്ടെ. ആ ഭൂമി റവന്യൂ ഭൂമിയാണോ എന്ന് അവർ പറയട്ടെ. റവന്യൂ ഭൂമി എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭൂമിയാണോ എന്ന് പറയട്ടെ. അതിൽ പിന്നെ നമുക്ക് രക്ഷയൊന്നുമില്ല, അതിൽ രക്ഷപ്പെടാനാവില്ല. കാരണം ഇങ്ങനെ സംഭവിക്കാൻ വഴിയുണ്ട്. എന്നാൽ ഇതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമത്തിലേക്ക് എന്ത് കടന്നു എന്നും കൂടി അവർ പറയണം. അതതിൻ്റെ രണ്ടാമത്തെ വശം. സർക്കാർ ഭൂമി ഇതെങ്ങനെ പല ആളുകൾ കൈവശം വെക്കലുണ്ട് പലപ്പോഴും. ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനൊരു നടപടിക്രമമുണ്ട്. അതിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ നിയമം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഈ സർക്കാരിൻ്റെ നിയമം എന്താണെന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ അവരെ വിട്ടാൻ പറ്റുമല്ലോ. അതായത് നുണ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കരുത്. അപ്പോൾ സർക്കാർ ഭൂമിയാണെങ്കിൽ ലീഗുകാർ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങണം. അതാണ് ചെയ്യേണ്ടത്. സർക്കാർ ഭൂമിയാണെങ്കിൽ അവർ ആണായിട്ട് പറയുകയാണെങ്കിൽ സർക്കാർ ഭൂമി അല്ല എന്ന് പറഞ്ഞ അതിൻ്റെ രേഖ കയ്യിൽ കിട്ടിയാൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട. കാരണം വയനാട്ടിലെ ഉദ്യോഗസ്ഥരെ, കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിനെ വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാവുന്ന അതിൽ കുറച്ച് വിഭാഗങ്ങൾ ഉള്ളത് നമ്മുടെ ഫയർഫോഴ്സിൽ. അതേ സ്ഥാനത്ത് ഒരു 25-30% ചെറിയ പോലീസുകാരാണ്. ഇവരോട് നമ്മൾ എന്ത് പറയാൻ? എന്താ നമ്മൾ പറയാം? നമ്മളുടെ കൂട്ടത്തിൽ ഒരെണ്ണം എന്നല്ലാണ്ട് മറ്റുള്ളതൊന്നും അവരോട് പറയാനില്ല. അപ്പോൾ മനസ്സിലായില്ലേ? അതായത് വയനാട്ടുകാർ അന്ന് അപകടം പറ്റിയ ആളുകളെ ആശ്വസിപ്പിക്കുക എന്നത്, അതായത് അവരേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള ചുറ്റുപാട് ബാക്കിയുള്ളവർക്ക്, കാരണം നമുക്കതേ ചെയ്യാൻ പറ്റും. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരും മരിച്ചാലും അവരുടെ പേരിൽ കുറ്റമല്ല കണ്ടുപിടിക്കണം, പ്രാർത്ഥിക്കുക. അതുപോലെ അവർക്ക് നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാം. നമ്മളായിട്ട് മറ്റുള്ളവന് നാശനഷ്ടം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. മനസ്സിലായില്ലേ? നമ്മളൊരുത്തനെ ജീവിതത്തിന് കല്യാണം മുടക്കാനോ വീടടിച്ച് പൊളിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ തൊഴിലിനോ തടസ്സം വരരുത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സർക്കാരാണ് നിങ്ങൾക്ക് 23 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, ഇനി നിങ്ങൾക്കൊന്നും വേണ്ടാന്ന് കണക്കാക്കരുത്. നട്ടെല്ലടിച്ച് പൊട്ടിക്കും പൊതുജനങ്ങൾ. കാരണം
രാഷ്ട്രീയം ഇവിടെ നാലഞ്ചെണ്ണമുണ്ട്. രാഷ്ട്രീയം നാലഞ്ചെണ്ണമുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും മോശമാണ്. പക്ഷേ ഈ ഭൂരിഭാഗം മോശമാണ് എന്ന് പറഞ്ഞതല്ലാണ്ട് മുഴുവൻ മോശമാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. മനസ്സിലായോ? എന്നാൽ ചില ഭാഗങ്ങൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതൊരു പദം മാത്രമാണ്. ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലും നല്ല ആളുകൾ വളരെ ഉണ്ടാവും. ഇപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥരും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. 100% അല്ല ഈ പറയുന്നത്. നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് 52% കള്ളത്തരാന്ന് കിട്ടിയല്ലോ, ധാരാളമായി. ഇനി 48% പിന്നെ നല്ല ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് റെക്കോർഡിക്കലല്ല, മനസ്സിലാക്കണം. എന്നാൽ അവരോട് പുറത്താക്കാനും കഴിയില്ല. അതുമാത്രമല്ല, അവർ ചെയ്യുന്നത് പിന്നെ യോഗമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടും വയനാട്ടിലെ അന്ന് അപകടം പറ്റിയ ആളുകൾക്ക് വേണ്ടി എല്ലാ സഹായവും ഓരോരുത്തർ കഴിയുന്നത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർക്ക് അത് പ്രാർത്ഥനയും കൊണ്ട് കഴിയുന്നവർ. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രാർത്ഥന വന്നാൽ വെറുതെ അവിടെ വീട് പോകും, മനസ്സിലായില്ലേ? വെറുതെ ഭൂമിയും പോകും, മനസ്സിലായില്ലേ? അതെന്താ അങ്ങനെ വരുന്നതെന്നൊക്കെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ലീഗുകാർ ചിന്തിക്കേണ്ട അങ്ങനെയാണ്. ഞാൻ മൊത്തം ലീഗിനെ മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് നല്ലൊരു വിഭാഗം നല്ല മനുഷ്യരുണ്ട്. നല്ലൊരു വിഭാഗം നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരേറ്റ് കയറിയിട്ടാണ്ട് അടുക്കണം. കൈവീരിൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ ഒരു പാട്ട് വെറുതെ വെയ്ത്തലുള്ളത്. അത് വെറുതെ ഒരു പാട്ട് പാടിയാണെന്ന് നിങ്ങൾ കരുതണ്ട. അതിൻ്റെ പിന്നാമ്പറം ഒട്ടനവധി കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് കർമ്മമാണെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും, നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും, നമ്മൾ ബുദ്ധിമുട്ടിലാകേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് അല്ല. ആരാ ഗവൺമെൻറ്? ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ പരസ്പരം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ വയനാട്ടുകാർക്ക് ആ ഭൂമിയുടെ കാര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ തീരുമാനം വലുതാണ്. അത് ആരാ ഉദ്യോഗസ്ഥരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരതിൻ്റെ ക്ലിയറായിട്ടുള്ള രേഖ വരണം. അത് റവന്യൂ ഭൂമിയാണോ ഗവൺമെൻറ് ഭൂമിയാണോ, അത് ഇയാൾക്ക് മുമ്പ് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമാക്കേണ്ടതുണ്ട്. ഒരു തമാശ പറഞ്ഞാലൊന്നും പോരാ, അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കണം. ഇവർക്ക് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ട് തകരാറിക്കൽ. വയനാട്ടിനെ സംബന്ധിച്ച്, വയനാട്ടിലല്ല കേരളത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ, ലീഗുകാരും ഇവിടുത്തെ CPMകാരും ഇവിടെ MP-മാർ, MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരായിട്ട് ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം കൊടുത്തിട്ടില്ല. അതിന് അപ്പീലൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. ഒരു സ്ഥാപനം കൊടുത്തില്ല, അവരെ വെച്ചേക്കാനും പാടില്ല. പക്ഷേ ഈ സാധനങ്ങൾ അതല്ല. ഇത് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ വെച്ച് നീട്ടിയിട്ടുള്ള ഒരു എല്ലും കഷ്ണമാണ്, മനസ്സിലായില്ലേ? അതും ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മുടെ ഗസയിൽ കിടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്ന പോലെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഗസയിൽ മാത്രമല്ല, ഇസ്രായേലിലുണ്ട് ഇത്തരക്കാർ കുറേ. അപ്പോൾ അവർ മനുഷ്യരായിട്ട് പരിഗണിക്കുക. എൻ്റെ അഭിപ്രായം അങ്ങനെ, മനുഷ്യരായിട്ട് പരിഗണിക്കുക. അപ്പോൾ രോഗം പിടിച്ചിട്ട് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നവനെ വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടരുത്. അതല്ല ചെയ്യേണ്ടത്. ആ രോഗം അയാൾക്ക് മാറ്റിയെടുക്കാനുള്ള സംവിധാനം. വയനാട്ടുകാരുടെ കാര്യത്തിന് അവരുടെ രോഗം മാറ്റുന്ന മരുന്നിലേക്കാണ് ഞാൻ ഒരു വാക്കിനെ കൊണ്ടെങ്കിലും സഹായം ചെയ്തു വരുന്നത്, മനസ്സിലായി? എന്നെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എൻ്റെ നാശനഷ്ടം ഉണ്ടാക്കിയത് ഇവിടുത്തെ മുസ്ലിം ലീഗാണ്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതിൽ എല്ലാവരും മോശമാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എല്ലാവരും അല്ല, നല്ല ചില മനുഷ്യരുണ്ട് ആ കൂട്ടത്തിൽ. അവരുടെ അടുത്ത് എത്തിപ്പെടട്ടെ, അവർ സഹായിക്കട്ടെ. അപ്പം മാനിക്ക മുസ്ലിം ലീഗുകാരനാണ്. ഞാൻ ഇക്കാര്യത്തിന് ഫിറോസ് കുന്നംപറമ്പിൽ മുസ്ലിം ലീഗാണ്. ഇക്കാര്യത്തിന് പിന്നെ അയാളൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഒന്നും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് മറ്റുള്ളതൊന്നും എടുത്തിട്ട് ഇതിമ്മ വെക്കാനും ഞാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കഴിയുമെങ്കിൽ ഇത്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങണം. നിങ്ങളുടെ ഒരാളുടെ ഭക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾ 100 പേര് കഴിക്കണം. മുന്നിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കുമ്പിടാനോ സുജൂദ് ചെയ്യാനോ നിങ്ങൾ ചെല്ലണം. കാരണം അത് വലിയ കാര്യമാണ്. നിസ്കരിക്കാൻ പള്ളി വേണ്ട, മയ്യത്ത് കബറടക്കാൻ പള്ളിയുടെ ഖബർസ്ഥാൻ്റെ ആവശ്യമില്ല.
പക്ഷേ അതുപോലെയല്ല മറ്റുള്ളത് ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ പിൻപറ്റണം, പിന്നിൽ ചെന്ന് നിൽക്കണം, മുന്നിൽ നിൽക്കുന്നവൻ്റെ പിന്നിൽ, എന്നിട്ട് അനുസരണം വേണം. നമ്മളുടെ സ്ത്രീകളെ നമ്മൾ മോശക്കാരാക്കുന്നതിന് പകരം അവരെ തെറ്റുകുറ്റങ്ങൾ കഴുകി കളഞ്ഞ് കൂടെ എടുക്കാനും വേണ്ടി ശ്രമിക്കണം. കുടുംബ കോടതിയിൽ കേസ് കൊടുക്കലും ഭർത്താവിനെ ഒഴിവാക്കാനും ഭാര്യനെ ഒഴിവാക്കാനും എല്ലാ കേസ് കൊടുക്കുന്നുണ്ട്. ഒരുമിപ്പിക്കാനുള്ള ഒരു ചർച്ചയാണ് വേണ്ടത്. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടത് ഒരു ബോധവൽക്കരണമാണ്. അപ്പോൾ ഈ ബോധവൽക്കരണം നിങ്ങൾ എവിടേക്കെങ്കിലും നിന്നാൽ ശരിയാവില്ല. ഇത്തരക്കാർക്ക് വരും, നമുക്ക് നോക്കാം. 1 മണിക്കൂർ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് 1 മണിക്കൂർ 2 വിഭാഗത്തിനെയും ബോധവൽക്കരണം അത് നമുക്ക് ചെയ്യാം. ഈ ബോധവൽക്കരണം അവരെ ഇവിടുന്ന് തുടർന്ന് ജീവിക്കാനുള്ളതാണ്. ഇത് മനുഷ്യനാണ്. വായിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ച് നിങ്ങൾ മൂക്കിൽ വെച്ച് നോക്കും, നിങ്ങളുടെ അടുത്തേക്ക് പട്ടി പോലും അടുക്കില്ല. അത്ര മണമുള്ളതാണ് മനുഷ്യൻ. അപ്പോൾ ഇത് ഓരോ സമയം കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും പിന്നെ നന്നാക്കിയിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ സാധനം. നമുക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, മഴനെ എൻ്റെ പരിസരത്തുള്ളവരൊക്കെ ചോദിക്കും മഴ കൊണ്ട് നടക്കണം, ഞാൻ നിർത്തണമെന്ന് ചോദിക്കുന്നുണ്ട്. നിർത്താൻ നമുക്ക് സിമ്പിളായിട്ട് സാധിക്കും, പക്ഷേ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആവില്ല. അപ്പോൾ പടച്ച റബ്ബ് തരുന്നത് നമുക്ക് എന്ത് നന്മക്കാണെന്ന് കരുതുക. പ്ലാവിൻ്റെ ചക്കയാണെങ്കിലും മൂച്ചിര മാങ്ങയാണെങ്കിലും വാഴപ്പഴമാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ദ്രോഹം ചെയ്യരുത്. അതുപോലെ നമ്മുടെ പെണ്ണുങ്ങളെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കല്ല, ഒരു കരാറിൻ്റെ മുകളിൽ ഉപയോഗിക്കണം. ഇപ്പോൾ സാധാരണ നമ്മുടെ ചരിത്രമുള്ളത് നമ്മൾ ആട്ടുകുട്ടികൾ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അതിന് നിങ്ങൾ അവിടെ അങ്ങനെയാക്കി ഇവിടെ അങ്ങനെയാക്കി എന്നൊന്നും പറയണ്ട. അതൊക്കെ ആഗ്രഹങ്ങളാണ്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം അത് ഇങ്ങനെ പ്രകൃതിയിൽ ചില ചട്ടങ്ങളുണ്ട് എന്ന് കരുതുക. നമ്മുടെ സിനിമാ നടികൾ പറയുന്നതെന്ന് കണക്കാക്കി നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. സിനിമാ നടികൾ ഈ ലോകം നശിപ്പിക്കാനുള്ളതാണ് പറയും. പഴയ കാലത്തെ സിനിമകളൊക്കെ നല്ല ഉഷറുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഉള്ളത് അതല്ല, മനുഷ്യർ തമ്മിൽ തല്ലാനും നശിക്കാനുള്ള. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ അറിവിൽ 100% ശരിയാണ്, മനസ്സിലായില്ലേ? വയനാടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ നാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ തൊഴിൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരരുതെന്ന് പറഞ്ഞപ്പോഴത്തെ MP-മാരും MLA-മാരും റവന്യൂ ഉദ്യോഗസ്ഥരാണ്. ഇവരെങ്ങനെ വിശ്വസിക്കും? കാരണം നമുക്കെതിരല്ലേ നിൽക്കുന്നത്. ഒരു ആപത്ത് ഘട്ടത്തിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ് മനുഷ്യൻ, ചവിട്ടി പുറത്താക്കുന്നവരല്ല. ഞാൻ എന്തായാലും വയനാട്ടുകാർക്ക് സപ്പോർട്ട് അന്ന് തന്നെ ചെയ്തിട്ടാണ് ഉള്ളത്, ഇന്നും അങ്ങനെയുള്ളത്. അസ്സലാമു അലൈക്കും.